എന്താണ്? ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താ പ്ലാൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇനി എന്താ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, ആക്ടിവിറ്റീസ് കാര്യങ്ങൾ. ഓക്കെ. രണ്ടെന്ന് പറയുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഇനി അതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പം സിമിലർ നേച്ചർ പർപ്പസ് ഉള്ള ഫംഗ്ഷൻ അല്ല, സിമിലർ ഫംഗ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. പറഞ്ഞല്ലോ, ഇപ്പം നമ്മളിപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പേര്, HR ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പേര്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് പേര്, ഇതൊക്കെ എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ആണ് അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ വേറൊരു പേര് എന്താണ്? ഗ്രൂപ്പിംഗ് ആണ്. അതെന്ന് പറയുമ്പോൾ ഡിവൈഡ് ദ ആക്ടിവിറ്റീസ് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ് യൂസിങ് എ സ്യൂട്ടബിൾ ബേസിസ്. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക. ലൈക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷൻ ബേസിൽ ലൈക്ക് എന്താണ് പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സോ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നു. പിന്നെ എന്നിട്ട് ഓരോരുത്തർക്കും ടാസ്കുകൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിന് അവരുടെ പൊസിഷൻസ് അനുസരിച്ച് നമ്മൾ എന്താണ് ടാസ്ക് അസൈൻ ചെയ്യുന്നതാണ് അസൈൻ ഡ്യൂട്ടീസ്. ഡെലിഗേറ്റ് അതോറിറ്റി, ഇനി എല്ലാവർക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു അതോറിറ്റി അവർക്ക് കൊടുക്കുക. ഗിവ് ദ റൈറ്റ് ടു സബോർഡിനേറ്റ്സ് ടു മേക്ക് ഡിസിഷൻ ആൻഡ് പെർഫോം. പിന്നെ അവർക്കൊരു അതോറിറ്റി, അവർക്ക് ഇപ്പം ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം പെർഫോം ചെയ്യാൻ അവർക്കൊരു അതോറിറ്റി കൊടുക്കുക. അതാണ് ഡെലിഗേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അലോക്കേറ്റ് റിസോഴ്സസ്, പ്രൊവൈഡ് നെസസറി റിസോഴ്സ് ലൈക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. ലൈക്ക് പീപ്പിൾ, മണി, മെഷീൻസ്, മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫോർമൽ റിലേഷൻഷിപ്പും ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് റിലേറ്റഡ് എന്താണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ. പിന്നെയെന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ. ഓക്കെ. ഒരു മാനേജറിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ആണ്. പുള്ളിക്ക് സൂപ്പർവൈസ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ്, ആ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. നോട്ട് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്. വൈഡ് സ്പാൻ ഓഫ് കൺട്രോളും ഉണ്ട്, നാരോ സ്പാൻ ഓഫ് കൺട്രോളും ഉണ്ട്. വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? ഒരു മാനേജർ ഇത്രയും ഒരു ഇരട്ട് എന്താണ് സബോർഡിനേറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന മാനേജർ സൂപ്പർവൈസർ ലാർജ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അല്ലേ. നാരോ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? മാനേജർ ഒരു സ്മോളർ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ നാരോ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഓർത്ത് ചെയ്യുക, നാരോ സ്പാനും വൈഡ് സ്പാനും. വൈഡ് സ്പാൻ വരുമ്പോൾ ലാർജ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് കാണും മാനേജറിൻ്റെ അണ്ടറിൽ. ആ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുക, അത് ഓർത്ത് വയ്ക്കുക. നാരോ സ്പാനിൽ സ്മോളർ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ബെറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റും, സൂപ്പർവൈസ് ചെയ്യാനും പറ്റും അല്ലേ. കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും ഉണ്ടാവുന്നു, ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റും അല്ലേ. സ്യൂട്ടബിൾ ഫോർ കോംപ്ലക്സും അൺസ്കിൽഡ് വർക്ക്, ഓക്കെ, അതൊക്കെയാണ്. പിന്നെ ക്ലിയർ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മേ ബി മാനേജേഴ്സിന് മേ ബി കുറേ ലാർജ് സ്പാനിൽ വൈഡ് സ്പാനിലൊക്കെ ഇതെന്താണ് ഒരു ഓവർ ബേർഡൻ ആവാം അല്ലേ. സോ നിങ്ങൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ആണ്. വൈഡ് സ്പാൻ നാരോ സ്പാൻ എന്തെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷനിൽ ഒന്നെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഓഫ് റോൾസ്. അവരുടെ റോൾസിന് നമ്മളൊരു ക്ലാരിറ്റി നൽകുന്നു അല്ലേ. നമ്മൾ അവരെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഒരു സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുമ്പോൾ, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്യുമ്പോൾ, അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഓരോരുത്തരുടെ റോൾസിന് ഒരു ക്ലാരിറ്റി നൽകുന്നുണ്ട്, റൈറ്റ്. പിന്നെ എഫക്റ്റീവ് ഡെലിഗേഷൻ, എൻഷുർസ് പ്രോപ്പർ ഡെലിഗേഷൻ. അത് മാത്രമല്ല നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ, അതോറിറ്റി കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ലീഡിങ് ടു അതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഡിസിഷൻസും കാര്യങ്ങളും. ഇപ്പം നമ്മുടെ ഒരു ഇപ്പം
എല്ലാം ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണ് അവർക്ക് ഇന്ന വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്കൊരു അതോറിറ്റി കൊടുക്കും. സോ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് വർക്ക് ഫ്ലോ എന്താണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു പോകും. ഓക്കെ, എല്ലാം ഒരാൾ തന്നെ ചെയ്യണമെന്നില്ല, റൈറ്റ്? അതാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അറിയാം, കോർഡിനേഷൻ കൊണ്ടുവരുന്നു. സ്കേലബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലേ? സ്കേലബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഹെൽപ്സ് ഫോർ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ആൻഡ് അത് മാത്രമല്ല, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ എൻവയൺമെൻറ്റ് ചേഞ്ചസിനനുസരിച്ച് നമുക്ക് അത് ചേഞ്ച് ചെയ്യാനും പറ്റും, അല്ലേ? അതിനനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ സ്പെഷ്യലൈസേഷൻ, നമ്മൾ എന്താണ് അവരുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചല്ലേ നമ്മൾ അവർക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അക്കൗണ്ടബിലിറ്റി. അപ്പം എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് എല്ലാ ലെവൽസിലും നമുക്ക് കൊടുക്കുന്നുണ്ട്, അല്ലേ? സോ അത് അവർക്ക് അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. അപ്പം ഒരു പ്രോപ്പർ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അവിടെ റെഡ്യൂസ് ആവുകയാണ്. ബെറ്റർ കൺട്രോൾ എന്താണ്, നമുക്ക് അതുമാത്രമല്ല നമ്മൾ ഓൾറെഡി ഡെലിഗേറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമുക്ക് ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് നമ്മളിപ്പം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിക്കുമ്പോൾ ഓരോ മാനേജർ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് മോണിറ്റർ ചെയ്യാൻ ആളുണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ടാണ് ബെറ്റർ കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്ക് തെറ്റ് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഒരു വെൽ സ്ട്രക്ചേർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്താണ് എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലേ? ഗോൾസ് അതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ഗോൾസ് എന്താണ് ഒരു പ്രോപ്പർ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ബാക്ക് ബോൺ ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾസിൽ അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ആണ്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്താ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ അറിയാൻ നമ്മളെന്താ ചില ബേസിസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഓർഗനൈസിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കുന്നതാണ്. അത് ഓൾറെഡി പറഞ്ഞല്ലോ. അത് ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ എന്തൊക്കെ ബേസിസിലായിട്ട് എന്തിൻ്റെയൊക്കെ ബേസിലായിട്ടാണ് ാണ് അടുത്തത് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫങ്ഷണൽ ബേസിസ് ആണ്, അല്ല? അവരുടെ ഫങ്ഷണൽ ബേസിസ് ആയിരിക്കും. ചിലത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇതൊക്കെ അതിൻ്റെ ഫങ്ഷൻ ബേസ്ഡ് ആണ്. രണ്ടെന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ബേസ് ആണ്, അല്ലേ? അതെന്ന് പറയുന്നത് ലൊക്കേഷൻ ബേസ്ഡ് ആയിരിക്കും, അല്ലേ? ചിലപ്പോൾ നോർത്ത്, സൗത്ത്, അല്ലേ, വെസ്റ്റ്, അങ്ങനെ ലൊക്കേഷൻ ബേസ് നമ്മൾ ഇപ്പം പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ എന്താണ് പല ബ്രാഞ്ചസ് എന്താണ് ഓരോ ഡിസ്ട്രിക്ട്സിൽ അവർ വെക്കും, അല്ലേ? അതൊക്കെ എന്താണ് ജോഗ്രഫിക്കലാണ് ബേസ് വരുന്നത്, അല്ലേ? ഇനി 3 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ്, അവർ പല പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എണ്ണയ്ക്കാണെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇനിയിപ്പോൾ ഒരു മിൽക്കിനാണെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ നമ്മൾ തിരിക്കത്തില്ല. ഇപ്പം മിൽക്കിൻ്റെ തന്നെ കേട് ഇതായിട്ട് തിരിക്കുന്നതൊക്കെ പല ഡിപ്പാർട്ട്മെൻറ്റ്. സോ പ്രോഡക്റ്റിൻ്റെ ബേസ് ഡിപ്പാർട്ട്മെൻറ്റ് തിരിക്കും. കസ്റ്റമർ, പല ടൈപ്പും നമുക്ക് കസ്റ്റമർ കാണും. റീറ്റെയിൽ കസ്റ്റമർ കാണും, അല്ലേ? അങ്ങനെ ക്ലയൻസ് റിലേറ്റഡ്. സോ ഇതിനെയൊക്കെ കസ്റ്റമർ റിലേറ്റഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമർ, അതിനെ ഗ്രൂപ്പ് നമ്മൾ ചിലപ്പോൾ തിരിക്കാം. പിന്നെ പ്രോസസ്ഡ്, അപ്പം ഈ പറയുന്ന ഇപ്പം നമ്മളിപ്പം അപ്പോൾ മിൽക്കിനെ കേടാക്കുന്നു, കേടിനെ പിന്നെ നമ്മൾ എന്താണ് ഇങ്ങനെ തിരിക്കുന്ന ഈ ഒരു പ്രോസസ്സില്ലേ, അതിനെ നമ്മൾ അങ്ങനെ ആ ഒരു പ്രോസസ്സിനെ അതിൻ്റെ ആ സീക്വൻസ് അനുസരിച്ച് എന്താണ് വർക്ക് ഫ്ലോ അനുസരിച്ച് നമ്മളെന്താണ് ആ പ്രോസസ്സ് അനുസരിച്ച് എന്താണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തിരിക്കും. പിന്നെ ടൈം അനുസരിച്ച് ടൈം പീരീഡ്, ഇപ്പോൾ പല ഷിഫ്റ്റുകൾ കാണത്തില്ല, മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, എന്താണ് നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങൾ കാണും. അതിനനുസരിച്ച് എന്താണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്യും, അല്ലെ? പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഇതൊക്കെയാണ് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഇനി ഫങ്ഷണൽ വേഴ്സസ് അഡ്വാൻറ്റേജസ് ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി പിന്നെ എന്താണ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റും ഡിവിഷണൽ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഫങ്ഷനെ ബേസ്ഡ് ആയിട്ട് അതിൻ്റെ ഓരോ ഫങ്ഷനെ ബേസ്ഡ് ആയിരിക്കും. പ്രോഡക്റ്റ്, മാർക്കറ്റിംഗ്, അതിൻ്റെ ഫങ്ഷനെ ബേസ്ഡ് ആയിരിക്കും അതിരിക്കും. ഡിവിഷണൽ ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോസ്റ്റോ ഡിവിഷനിൽ നമ്മൾ എന്താണ് പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും ഡിവിഷനിൽ ഓർത്ത് വയ്ക്കുക. ഫങ്ഷനിൽ പല ഫങ്ഷനെ ബേസ്ഡ് ആണെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ ബേസ് ചെയ്താണ് ഡിവിഷണൽ പ്രോഡക്റ്റ് വരുന്നത്, അല്ലേ? ഡിവിഷണൽ ഇത് വരുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ, ഇത് ഫങ്ഷണൽ എഫിഷ്യൻസി, ഇത് പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത് സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്, ഇത് ഡീസെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്.
ഫങ്ഷനിൽ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി, ഒരു ടോപ്പ് അതോറിറ്റി കാണും അല്ലേ. പിന്നെ കോർഡിനേഷൻ, ഇതിൽ ഫങ്ഷനിൽ മോർ കോർഡിനേഷൻ റിക്വയർഡ്. പിന്നെ ഡിവിഷനിൽ എന്താണ്, പ്രോഡക്ട്സ് റിലേറ്റഡ് ചെയ്ത് കോർഡിനേഷൻ എളുപ്പമാണ്, പക്ഷേ ഈ ഫങ്ഷനിൽ മോർ കോർഡിനേഷൻ ആവശ്യമാണ്. സൂട്ടബിൾ, ഇത് ഫങ്ഷനിൽ എന്താണ്, സ്മോൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഡിവിഷനിൽ എന്താണ്, പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റ് ബേസ്ഡ് ലാർജ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് ഓർഗനൈസേഷൻ. ഓക്കെ, നമുക്ക് ഈ HR ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ്, പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അതുകൊണ്ടാണ് ഈ സ്മോൾ ഓർഗനൈസേഷൻ റിലേറ്റഡ്, ആ ഡിപ്പാർട്ട്മെന്റ്സ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇത് എന്താണ്, പ്രോഡക്റ്റ് എന്താണ്, ഇലക്ട്രോണിക് ഡിവിഷൻ, ഓട്ടോമൊബൈൽ ഡിവിഷൻ, ഇങ്ങനത്തേക്കാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു വെക്കുക. ഇത് മാർക്ക് നോക്കുക. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ചല്ലേ, പല ഡിപ്പാർട്ട്മെന്റ്സ് ബേസ്ഡ് ചെയ്തല്ലേ അതിൻ്റെ ഫംഗ്ഷനെ ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് സെൻട്രലൈസ്ഡ് അതോറിറ്റി ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സർവീസിനെ ബേസ്ഡ് ആണ്. അത് ഡീസെൻട്രലൈസ്ഡ് അതോറിറ്റി ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അത്ര ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓക്കെ ഡീസെൻട്രലൈസേഷൻ ആണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സെൻട്രലൈസേഷൻ അറിയാം, ഡീസെൻട്രലൈസേഷൻ അറിയാം അല്ലേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഡീസെൻട്രലൈസേഷൻ എന്താണ്? Decentralization is a systematic delegation of authority from top to lower levels in the organization. അതോറിറ്റി ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അതോറിറ്റി നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടോപ്പ് ലെവൽ, ലോവർ ലെവൽസിലോട്ട് അവരുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്, കൈമാറി കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. അങ്ങനെ വിചാരിക്കുക, അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് എടുക്കാം. പിന്നെ ഡെവലപ്സ് മാനേജബിലിറ്റി ഓൾ ലെവൽസിലും അത് എന്താണ് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ബെറ്റർ ലോക്കൽ നോളജ്, നമുക്ക് എല്ലാവരുടെയും നോളജ്, നമുക്ക് ലോക്കൽ നോളജും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അല്ലേ, അവരുടെ നോളജ് നമുക്ക് എടുക്കാം. പിന്നെ ഇൻക്രീസ് എംപ്ലോയി മോട്ടിവേഷൻ, അവരുടെ മോട്ടിവേഷൻ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്, അതോറിറ്റി നമ്മൾ ലോവർ ലെവൽസ് കൊടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള വിഷനും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. സോ അതുകൊണ്ട് അത് അവർക്ക് മോട്ടിവേഷനും സാറ്റിസ്ഫാക്ഷനും കൊടുക്കുന്നു. അവരുടെ നോളജും കാര്യങ്ങളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അവർക്ക് എല്ലാ ലെവൽസ് ഇതിലൂടെ തന്നെ ടോപ്പ് ലോവർ ലെവൽസ് അവർക്കും എന്താണ് ഒരു മാനേജറൽ എബിലിറ്റി കൊടുക്കുകയാണ് അല്ലേ. പിന്നെ ബേർഡൻ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് ബേർഡനും കാര്യങ്ങളും കുറയുകയാണ്. എൻകറേജസ് ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും. സോ എല്ലാവർക്കും എല്ലാ ലെവൽസിനും ഇത് കൊടുക്കുന്നതുകൊണ്ട് സോ ഇത് ഹെൽപ്സ് ഇൻ ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, ഐഡിയാസ് നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റും. എഫക്റ്റീവ് കൺട്രോൾ ത്രൂ പാർട്ടിസിപ്പേഷൻ അല്ലേ. പിന്നെ പ്രിപ്പയർ സക്സസ് ഫോർ ടോപ്പ് പൊസിഷൻ. പിന്നെ ടോപ്പ് പൊസിഷൻസ് എന്താണ്, സക്സസ്. സോ ഇതിലൂടെ ബേസിക്കലി നമുക്ക് എന്താണ് സക്സസ് കൊണ്ടുവരുന്നത്, റൈറ്റ്. പിന്നെ ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇത് ചിലപ്പം എല്ലാ ലെവൽസിലും കൺഫ്ലിക്റ്റ് മേ ബി ഉണ്ടാവുക അല്ലേ. അതോറിറ്റി കൊണ്ടുവരുമ്പോൾ മേ ബി കൺഫ്ലിക്റ്റ് ഉണ്ടാവാം. കാരണം ലോവർ ലെവൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മേ ബി അവരുടെ ഇടയിൽ കൺഫ്ലിക്റ്റ് കൊണ്ടുവരാം. ഭയങ്കര ഇനിഷ്യലി ഇത് ആദ്യമേ നമ്മൾ അവർക്കത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ ഇത് പ്രോപ്പർ എന്താണ് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ടൈം കൺസ്യൂമിങ് കൊണ്ടുവരാം, ടൈം കൺസ്യൂമിങ് ആവാം. പിന്നെ കേപ്പബിൾ ആൻഡ് ട്രെയിൻഡ് എംപ്ലോയീസ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ട്രെയിൻഡ് ആയിട്ട് എംപ്ലോയീസിനെ വേണം. അങ്ങനെ ഒരു അതോറിറ്റി കൊടുക്കുമ്പോൾ എന്താണ് അത് പെർഫോം ചെയ്യാനായിട്ടല്ലേ. ഡ്യൂപ്ലിക്കേഷൻ എഫേർട്സ് ആൻഡ് റിസോഴ്സ്, ഡ്യൂപ്ലിക്കേഷൻ മേ ബി ഉണ്ടാവാം. കോർഡിനേഷൻ, ചിലപ്പം എല്ലാവരുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ പ്രോബ്ലംസ് മേ ബി ക്രിയേറ്റ് ചെയ്യാം. ഒരു എഫക്റ്റീവ് കൾച്ചർ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല അല്ലേ. റിസ്ക് ഓഫ് റോങ് ലോവർ ലെവൽസ് നമ്മൾ താഴോട്ട് കൊടുക്കുമ്പോൾ എന്താണ് ചിലപ്പം റോങ് ഡിസിഷൻസ് കൊണ്ടുവരാൻ മേ ബി സാധ്യതയുണ്ടല്ലേ. ഒരു യൂണിഫോമിറ്റി മേ ബി ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് ജസ്റ്റ് വായിച്ചും അഥവാ നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് അറിയാം. ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽസിലോട്ട് നമ്മൾ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുകയാണെന്ന് ഓർക്കുക. പിന്നെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ അവർ മാത്രമായിരിക്കും ഇത് അതോറിറ്റിയിലുള്ളത്. സോ ദേ ആർ ദ വൺ ഹു വിൽ ബി ടേക്കിംഗ് ദി ഡിസിഷൻ. സെൻട്രലൈസേഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. ഈ പോയിന്റ് ഓൾ അതോറിറ്റി വിത്ത് ടോപ്പ് മാനേജ്മെൻറ്റുള്ള എല്ലാ അതോറിറ്റിയും ആയിരിക്കും അതിൽ വരുന്നത്. പാർഷ്യൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ് അല്ലേ. സം അതോറിറ്റി ടു മിഡിൽ ലെവൽ മാനേജ്, കുറച്ച് അതോറിറ്റി നമ്മൾ എന്താണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് കൊടുക്കും. ഫുൾ ഡീസെൻട്രലൈസേഷൻ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. മാക്സിമം അതോറിറ്റി നമ്മൾ ലോവർ ലെവൽ മാനേജേഴ്സിന് കൊടുക്കും. ഇത് ജസ്റ്റ് വായിച്ച് വെക്കുക.
ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി അല്ലേ. മീനിങ് ഡിസിഷൻ മേക്കിംഗ് സെൻട്രലൈസേഷൻ, ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആയിരിക്കും. കാരണം ടോപ്പ് മാനേജേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് കുറേ തിങ്ക് ചെയ്ത് കുറേ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ലോങ് ടേമിന് വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് സ്ലോ ആയിരിക്കും. ഇപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളെല്ലാവരും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, വേരിയസ് ലെവൽസിൽ സ്പ്രെഡ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ക്വിക്ക് ആയിരിക്കും. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് ലൈൻ ഓർഗനൈസേഷൻ ആണ് അല്ലേ. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ വിച്ച് അതോറിറ്റി ഫ്ലോ ഫ്രം വേർട്ടിക്കൽ ലൈൻ. ലൈൻ ഓർഗനൈസേഷൻ ഇത് വേർട്ടിക്കൽ ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത് ഫ്രം ടോപ്പ് ടു സിംഗിൾ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടമിലോട്ട് അത് ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണിത്. ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ ലെവൽ, പിന്നെ ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ്, വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്. ഓക്കെ, നോട്ട് ചെയ്യാം. ഇതിൽ അതോറിറ്റി സ്ട്രേറ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ ആയിട്ടായിരിക്കും. വെർട്ടിക്കൽ ലൈൻ, ഓക്കെ, അതാണ് ലൈൻ ഓഫ് ഓർഗനൈസേഷൻ, വെർട്ടിക്കൽ ലൈൻ. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ മതി. A functional organization is a structure where similar activities are grouped together into departments. Functional organizations എന്താണ്, സിമിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇതിനെ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് അവരുടെ ഫംഗ്ഷനെ ബേസ് ചെയ്ത്, സ്പെഷ്യലൈസേഷൻ ബേസ് ചെയ്ത് നമ്മൾ എന്താണ് തിരിക്കുന്നതാണ് ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻസ് HR ഡിപ്പാർട്ട്മെന്റ് കാണും, അങ്ങനെ തിരിക്കുന്നതാണ്. ടോപ്പ് മാനേജ്മെന്റ് കാണും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, ഇതെല്ലാം ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷനെ അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ബാക്കി ജസ്റ്റ് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഇതൊക്കെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ അറിയുക. ഓക്കെ, പിന്നെ എന്താണ് പിന്നെ പറയുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ അല്ലേ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ലൈനും സ്റ്റാഫ് അതോറിറ്റിൻ്റെയും കോമ്പിനേഷനാണ്. ലൈൻ മാനേജേഴ്സിന് ഓർഡർ ഗീവ് ചെയ്യാനുള്ള പവറുണ്ട്. സ്റ്റാഫിന് എന്താണ് അഡ്വൈസ് ചെയ്യാനുള്ള പവറും. നോട്ട് ചെയ്യുക, ലൈൻ മാനേജർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാഫിൻ്റെ ഇതെന്താണ്, സ്റ്റാഫ് എക്സ്പേർട്സിൻ്റെ ഇതെന്താണ്, അവരൊരു അഡ്വൈസ് എന്ന രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അഡ്വൈസറി. ഓക്കെ, സോ ഇപ്പം നമ്മുടെ നോക്കുക, മാനേജറിൽ ലൈൻ അതോറിറ്റീസ് കാണും അല്ല, ഇവർ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ, ഈ പുള്ളിയായിരിക്കും അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക സ്ട്രക്ചർ ഡയഗ്രാം. ടോപ്പ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ മാനേജർ, ഓക്കെ, സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് അഡ്വൈസറി, പ്ലാനിംഗ് സ്റ്റാഫ്, റിസർച്ച് സ്റ്റാഫ്, ലീഗൽ സ്റ്റാഫ്, IT സ്റ്റാഫ്, HR സ്റ്റാഫ്, ഇവരൊക്കെ എന്താണ് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ടോപ്പ് മാനേജ്മെന്റിൽ, അതുകൊണ്ട് അഡ്വൈസറി എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ലൈൻ അതോറിറ്റിക്ക് വേണ്ടിയിട്ടും ആൾക്കാരാണ്, അഡ്വൈസ് ചെയ്യാനും ആൾക്കാരാണ്. ഓക്കെ, നോട്ട് ചെയ്യുക, വായിക്കുക, ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. ഈ ജസ്റ്റ് ഇത് നോക്കുക, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈനും സ്റ്റാഫ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. ലൈൻ ഓർഗനൈസേഷൻ ഓൺലി ലൈൻ അതോറിറ്റി അല്ലേ, ആ ലൈൻ അതോറിറ്റി മാത്രമേ ഉള്ളൂ, അവർ എന്താണ് ഈ പറയുന്ന പവർ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ, അല്ല ഓർഡർ ചെയ്യാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇനി ലൈൻ ആൻഡ് സ്റ്റാഫിൽ എന്താണ്, ലൈനും സ്റ്റാഫ് അതോറിറ്റിയും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ലൈൻ ഓർഗനൈസേഷനിൽ ക്വിക്കായിരിക്കും, പെട്ടെന്നായിരിക്കും അവർ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഓർഡർ കൊടുക്കുക, പെട്ടെന്ന് എടുക്കുക. ഓക്കെ, ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റി ബെറ്റർ ആയിരിക്കും, കാരണം ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഇത് ക്വിക്കാണെങ്കിൽ മറ്റേത് ബെറ്റർ ആയിരിക്കും. കാരണം പറയുന്നത് ഇതിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാരും പിന്നെ അത് മാത്രമല്ല അഡ്വൈസ് കൊടുക്കാനും എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് ആയിരിക്കും നമ്മൾ മേടിക്കുന്നത്, അവരുടെ അഡ്വൈസ് കൊടുക്കാനും ആൾക്കാർ, അതുകൊണ്ട് തന്നെ അത് ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ സ്പെഷ്യലൈസേഷൻ ആണെങ്കിലും ഫ്ലെക്സിബിലിറ്റിയും കോസ്റ്റും കാര്യങ്ങളൊക്കെ കോസ്റ്റും ലോ ആണ്. സ്യൂട്ടബിൾ ലൈൻ ഓർഗനൈസേഷൻ സ്മോൾ ഓർഗനൈസേഷനാണ് സ്യൂട്ടബിൾ ആവുന്നത്. ഇനി ലൈൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്കും അഡ്വൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഹൈ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്, കോസ്റ്റും അതുകൊണ്ട് തന്നെ ഹൈ ആണ്. ലാർജും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് സ്യൂട്ടബിൾ ആവുന്നത്. ഓക്കെ, നോക്കിയ ഇനി നമ്മൾ പറയുന്നത് മെട്രിക്സ് ഓർഗനൈസേഷൻ ആൻഡ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, മെട്രിക്സ് ഓർഗനൈസേഷൻസ്
often work on multiple projects requiring both functional expert and project focus. ഈ മോഡേൺ ഓർഗനൈസേഷൻ, ഈ പറയുന്ന മോഡേൺ ഓർഗനൈസേഷൻ എന്താണ്, മൾട്ടിപ്പിൾ പ്രോജക്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ബോത്ത് ഫങ്ഷണലും പ്രോജക്റ്റ് ഫോക്കസിലും ഇത് ചെയ്യുന്നുണ്ട്. ഫങ്ഷണൽ എക്സ്പെർട്ടൈസും ആൻഡ് പ്രോജക്റ്റും ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. മെട്രിക്സ് ആൻഡ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ഡിസൈൻ ഫോർ ഈ പേർപ്പസിന് വേണ്ടിയിട്ടാണ് മെട്രിക്സ് ആൻഡ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ ലൈക്ക് നമുക്ക് നോക്കാം. CEO, റിസർച്ച് ആൻഡ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ. ഓക്കെ, പ്രോജക്റ്റ് എ മാനേജർ, പ്രോജക്റ്റ് മാനേജർ, ഇതൊന്ന് ജസ്റ്റ് നോക്കുക. ഇത് ലൈൻ അതോറിറ്റി ആണ്. ഇത് ലൈൻ അതോറിറ്റി ആണെങ്കിൽ ഇതെന്താണ്, പ്രോജക്റ്റ് മെട്രിക്സ് അതോറിറ്റി ആണ്. നോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് മാനേജർ ഹാസ് ടോട്ടൽ അതോറിറ്റി. Team is formed for project and dissolved after completion എന്ന് പറയുന്നത്. പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്നത് ഇതിൽ പ്രോജക്റ്റ് മാനേജറിനായിരിക്കും ടോട്ടൽ അതോറിറ്റി കാര്യങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പം ഓക്കെ, ഫസ്റ്റ് നമുക്ക് മെട്രിക്സ് ഓർഗനൈസേഷൻ നോക്കാം, എന്നിട്ട് പ്രോജക്റ്റിലോട്ട് പോകാം. ഇപ്പം മെട്രിക്സ് ഓർഗനൈസേഷനിൽ പറഞ്ഞു ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ, മെട്രിക്സിൻ്റെ അഡ്വാൻറ്റേജ്, ഓർഗനൈസേഷൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇത് ഫ്ലെക്സിബിൾ ആണ്. ഒരു ടീം വർക്കിനെ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. ബെറ്റർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് സ്കിൽസും ആൻഡ് ഫുള്ളി യൂസ്ഡ്. ഫാസ്റ്റർ റെസ്പോൺസ് ടു ചേഞ്ച്, ഗുഡ് ഫോർ കോംപ്ലക്സ് പ്രോജക്റ്റ്. ഈ മെട്രിക്സ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി ഫോർ കോംപ്ലക്സ് പ്രോജക്ട്സിലാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ അല്ലേ. ഇതിന് പ്രോഡക്റ്റ് മാനേജർ, ഇങ്ങനെ പല മാനേജേഴ്സ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഈ ഡബിൾ അതോറിറ്റി ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അത് പറയുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു കോംപ്ലക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ മെട്രിക്സിൽ. അപ്പോൾ അതുകൊണ്ടാണ് കോംപ്ലക്സ് സ്ട്രക്ചറാണ്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് മേ ബി ഉണ്ടാവാം. ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആവാം. ഹൈ കോർഡിനേഷൻ വേണം. ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ ഹൈ കോർഡിനേഷൻ ആവാം. പിന്നെ കോസ്റ്റ്ലി, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കോസ്റ്റ്ലി ആണ്. സ്ട്രെസ് ആൻഡ് റോൾ ആംബിഗ്വിറ്റി, സ്ട്രെസ്സുമാണ്. ഓർഗനൈസേഷൻ വർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് സൈമൾട്ടേനിയസ് വേർ സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആർ റിക്വയർഡ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ്, സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ് റിക്വയർഡ് ആണ് ഈ പറയുന്ന മെട്രിക്സ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിൽ അല്ലേ. കാരണം ഇതിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പം ഡുവൽ അതോറിറ്റിയാണുള്ളത്. ഇതിൽ എന്താണ് നമുക്ക് ഇതേപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ പോലെ എന്താണ് പ്രോഡക്റ്റ് മാനേജർ, പ്രോഡക്റ്റ് ബി മാനേജർ, ഇങ്ങനെ ഡുവൽ അതോറിറ്റീസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാവാം. അതാണ് ഒരു കോംപ്ലക്സ് റിലേറ്റഡ് ആണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന വിപ്രോ, ഇൻഫോസിസ്, ഡെലോയിറ്റ് ഇങ്ങനത്തെ കൺസൾട്ടിങ് ഫേംസും IT കമ്പനീസിലൊക്കെ ഇത് ഉള്ളതാണ്. ഇനി പ്രോജക്റ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. പ്രോജക്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ടീം, പ്രൊഡക്ഷൻ ടീം, ഫിനാൻസ്, പല ടീമുകളായിട്ട് മാത്രമേ തിരിക്കത്തുള്ളൂ. അതിനനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ടീം എന്ന് പറയുന്നത് ഇതിലൊരു ക്ലിയർ സ്ട്രക്ചറുണ്ട്, ഒരു ക്ലിയർ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഇപ്പം ഈ പറയുന്ന മെട്രിക്സ് ഓർഗനൈസേഷൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ അതൊരു കൺഫ്യൂഷൻ റിലേറ്റഡ് ആണ്, ഒരു കോംപ്ലക്സ് ആണ്. അങ്ങനെ ചിന്തിക്കുക. ഒരു പ്രോജക്റ്റ് ഓർഗനൈസേഷൻസിൽ അതൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്. ഒരു ക്ലിയർ അതോറിറ്റി കണ്ടോ, എഞ്ചിനീയറിംഗ് ടീം, ഒരു ക്ലിയർ അതോറിറ്റി, പ്രൊഡക്ഷൻ ടീം, ക്ലിയർ അതോറിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വൈ ഇത് സ്ട്രോങ് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്, സ്ട്രോങ് ആണ്. പിന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഹൈ ഫോക്കസ് ഓൺ പ്രോജക്റ്റും ബെറ്റർ കോർഡിനേഷൻസും കാര്യങ്ങളും ഉണ്ടാവാം. ബെറ്റർ കോർഡിനേഷനും കാര്യങ്ങളും ഉണ്ട്. മോട്ടിവേറ്റ് ടീം മെമ്പേഴ്സ് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ പറയുന്ന ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ വായിക്കുക. ആൻഡ് ഈ പ്രോജക്റ്റ് മാനേജർ ഹാസ് ടോട്ടൽ അതോറിറ്റി. ഇതിൽ പ്രോജക്റ്റ് മാനേജറിനാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ അതോറിറ്റി ഉള്ളത്. ടീം ഇസ് ഫോം, ഈ ടീം എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് എന്താണ് അത് ഫോം ചെയ്യുന്നത്. പ്രോജക്റ്റ് കഴിയുമ്പോൾ എന്താണ് അത് ഡിസോൾവ് ആവുകയും ചെയ്യും. ഓക്കെ, പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ക്ലിയർ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിസോഴ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി യൂട്ടിലൈസ് ചെയ്യത്തില്ല. ബിക്കോസ് ഇതെന്താണ് പ്രോജക്റ്റ് തന്നെ അത് തീർന്നു. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫെസിലിറ്റീസ്, ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ട്. ഹൈ കോസ്റ്റ് ആണ്. ലിമിറ്റഡ് കരിയർ, സ്പെഷ്യലിസ്റ്റിനൊക്കെ ഇത് ലിമിറ്റഡ് കരിയർ പാത്താണ് അല്ലേ. കാരണം ബിക്കോസ് നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് കഴിയുമ്പോൾ അത് അവിടെ തീരുകയാണ്.
അതുകൊണ്ടാണ് ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റിനൊക്കെ അത് ലിമിറ്റഡ് കരിയർ പാത്ത് എന്ന് പറയുന്നത് ലിമിറ്റഡ് എന്ന് പറയുന്നത്. നോട്ട് സ്യൂട്ടബിൾ ഫോർ റൂട്ടീൻ ഓപ്പറേഷൻസ് ഒന്നും ഇത് സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. റൂട്ടീൻ അല്ല, കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതൊന്നും അവിടെ നിൽക്കുകയാണ്. ടീം ഡിസ്ബാൻഡഡ് ആഫ്റ്റർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ദാറ്റ് ടീം വിൽ ബി ഗോയിങ്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട്. ഇനി ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ എവറി ഓർഗനൈസേഷൻ ഹാസ് എ ഫോർമൽ സ്ട്രക്ചർ. എല്ലാ ഓർഗനൈസേഷനും ഫോർമൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്ലാൻഡും ഡിഫൈൻഡും ആയിട്ടുള്ള സ്ട്രക്ചർ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഒരു ഫോർമൽ ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഇൻഫോർമൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നാച്ചുറലി അറൈസ് ചെയ്യുന്നതാണ്. പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല, നാച്ചുറലി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇൻഫോർമൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബോത്ത് എക്സിസ്റ്റ് ടുഗദർ ആൻഡ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആൻഡ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ മാനേജ്. ഇറ്റ് ഇസ് പ്ലാൻഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ, ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ നേച്ചർ. ഇൻഫോർമൽ എന്ന് പറയുന്നത് നാച്ചുറലി അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ്ലി ഉണ്ടാകുന്ന ഒരു അറൈസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫോർമൽ ഓർഗനൈസേഷൻ ഒരു ക്ലിയർ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ക്ലിയർ സ്ട്രക്ചർ, അതിനൊരു ക്ലിയർ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളും എന്താണ് ഈ പറയുന്ന നമ്മുടെ ഫോർമൽ ഇതിനുണ്ട്. ഫോർമൽ എന്ന് പറയുമ്പോൾ തന്നെ ക്ലിയർ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണും അതിന് അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു നോ ഫിക്സഡ് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും അതിന് കാണത്തില്ല. അതോറിറ്റി ഡിഫൈൻസ് ഒരു റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ തന്നെ അത് നോട്ട് ഫോർമൽ അതിനൊരു ഫോർമൽ അതോറിറ്റിയും കാര്യങ്ങളും കാണില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ ചാനൽസും കാര്യങ്ങളും നമുക്ക് കാണും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ഫ്രീ ആണ്, അൺഒഫീഷ്യലാണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ തന്നെ അൺഒഫീഷ്യൽ ആണെന്ന് ഓർക്കുക. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഗോൾ ആണെങ്കിൽ നമ്മുടെ ഇൻഫോർമലിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് പേഴ്സണൽ നീഡ്സിന് വേണ്ടിയിട്ടുമായിരിക്കും. പേഴ്സണൽ നീഡ്സും നമ്മുടെ സോഷ്യൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമ്മളിത് വേണ്ടി യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് അത് ഇൻഫോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ്ലി സ്റ്റേബിൾ ഇതെന്ന് പറയുന്നത് സ്റ്റേബിളും ലോങ് ലാസ്റ്റിങ്ങും ആണ്. മറ്റേ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ടെമ്പററി ആണ്, ചേഞ്ചബിളും ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് റൂൾസ് പ്രൊസീജിയർ ഹൈറാക്കിയൊക്കെ ഫോർമലാണ്. ഇനി ഫ്രണ്ട്സും ഗ്രൂപ്പ്സും ഗ്രേപ്പ് വൈൻ ഇൻഫോർമൽ ലീഡേഴ്സ് ഇതൊക്കെ ഇൻഫോർമലാണ്. ഓക്കെ, നോട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. കംപ്ലീഷൻ ഓഫ് റിവിഷൻ ഓഫ് മാർക്ക്. ഇന്നത്തെ ഓർഗനൈസിങ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻസ് പറഞ്ഞു, സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിങ് പറഞ്ഞു, മീനിങ്, പ്രിൻസിപ്പിൾസ് പറഞ്ഞു അല്ലേ, സ്കാലൈസിങ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഡെലിഗേഷൻ, അതോറിറ്റി, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, പിന്നെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പറഞ്ഞു. പിന്നെ ഡീസെൻട്രലൈസേഷൻ, സെൻട്രലൈസേഷൻ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റിയുടെ കേസ് പറഞ്ഞു അല്ലേ. അപ്പോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്, റെസ്പോൺസിബിലിറ്റി പെർഫോം ചെയ്യാൻ അവരുടെ ഡ്യൂട്ടിയാണ് അത് ചെയ്യേണ്ടത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് അവർ ആൻസബിൾ ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നാൽ ദേ ഷുഡ് ആൻസറബിൾ ടു അവരതിൽ ആൻസറബിൾ ആണ്. അതാണ് ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, സ്പാൻ ഓഫ് കൺട്രോൾ, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, ഫോർമൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ പറഞ്ഞു. ഓക്കെ, ദിസ് ഇസ് വാട്ട്. സോ ഇതാണ് നമ്മുടെ ഡേ 4 ഓഫ് ഓർഗനൈസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നതാണ് താഴെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ഈ ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ ഇങ്ങനെ സ്റ്റെപ്സിന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നാളെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് all of you, thank you for watching my video. And നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോ. സോ നമുക്ക് നാളെ കാണാം. നാളെ ഡേ 5 നമ്മൾ സ്റ്റാഫിംഗ് ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നത്. സ്റ്റാഫിങ്ങിലോട്ടാണ് പോകുന്നത്. ഓക്കെ, യൂണിറ്റ് 1. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.